Hi, welcome to Tattva Students Corner. നമ്മൾ ഇന്ന് ക്ലാസ് 10ന്റെ അടുത്ത പാർട്ട് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ക്ലാസ്സുകൾ എല്ലാവരും കണ്ടിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ തിരുത്തണമെന്നോ ഉള്ള എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാനത് തിരുത്താം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷനെ പറ്റിയിട്ടാണ്. അതായത് കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസുമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനെ പറ്റിയിട്ടുള്ള ടെർമിനോളജീസ് എല്ലാം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഇമേജ് ഫോർമേഷനാണ്. നമ്മൾ മിറർ ഇക്വേഷനൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ മിറർ ഇക്വേഷനകത്ത് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ പോലെ തന്നെ നമുക്ക് ലെൻസിൻ്റെ കേസിലും ഇമേജ് ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ ലൈറ്റ് റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ, അടുത്ത നെക്സ്റ്റ് ചാപ്റ്റർ കളർഫുൾ വിഷനെ പറ്റിയിട്ട്, അതെല്ലാം എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേർത്തിട്ട് ഏകദേശം 26 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. അപ്പോൾ അതിനകത്ത് കൂടുതലും വെയിറ്റേജ് വരുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നായിരിക്കും മിക്കപ്പോഴും. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് ഏത് വർഷത്തെ എടുത്ത് വെച്ച് നോക്കിയാലും ഇതിനകത്തുനിന്ന് നല്ലൊരു ശതമാനം ക്വസ്റ്റ്യൻ വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം, ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ വൃത്തിയായിട്ട് എളുപ്പമാണ്, ഈസിയാണ്. നമ്മൾ വിചാരിക്കുന്ന തൊട്ട് പാടൊന്നും ഉള്ളൊരു ചാപ്റ്റർ അല്ല, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. പല വീഡിയോസും അല്ലെങ്കിൽ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കുകളെല്ലാം നിങ്ങൾ നന്നായിട്ട് റെഫർ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഈ പടങ്ങളൊക്കെ ഒന്ന് വരച്ച് നോക്കുക, എളുപ്പമാണ്. പിന്നെ മെമ്മറി ട്രിക്സ് യൂസ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കിട്ടുന്ന മാർക്ക് മാക്സിമം നമുക്ക് ഈ ഒരു പോർഷനകത്ത് നിന്ന് എടുക്കണം ഫിസിക്സിന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇമേജ് ഫോർമേഷനെ പറ്റിയിട്ടാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ ഒരു പോർഷൻ വെച്ചിട്ട് നമുക്ക് ഇന്ന് തുടങ്ങാം. എന്താ, ലെൻസ് വരയ്ക്കാം. ലെൻസിനകത്തെ പ്രധാനപ്പെട്ട ടെർമിനോളജീസ് എല്ലാം നമുക്ക് അടയാളപ്പെടുത്തണം. എന്നിട്ട് നമുക്ക് ഇമേജ് വരച്ച് തുടങ്ങാം. എന്താ, ഇങ്ങോട്ട് നോക്കിക്കോ. ഇതൊരു എന്ത് ലെൻസാണിത്? ഇതൊരു കോൺവെക്സ് ലെൻസാണ്, ആണല്ലോ. കോൺവെക്സ് ലെൻസാണ്. നമ്മൾ പറഞ്ഞു ഈ ലെൻസ് എന്ന് പറയുന്നത് ഒരു സ്പിയറിൻ്റെ പാർട്ടാണ്. അതുകൊണ്ട് തന്നെ സ്പിയറിന് ഒരു സെൻറ്റർ കാണും, ദാറ്റ് ഈസ് കോൾഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ. പിന്നെ സെൻറ്റർ ഓഫ് കർവേച്ചറിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജോയിൻ ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ആക്സിസ്. നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ട്, ഫോക്കസ് ഉണ്ട് അല്ലേ. ഫോക്കസ് 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു രണ്ട് സൈഡിലും. ലെൻസിൻ്റെ ഒത്ത സെൻട്രലായിട്ട് പറയുന്ന പേരാണ് ഒപ്റ്റിക് സെൻറ്റർ, O അഥവാ P ആണല്ലോ. 2 ഫോക്കസ് ഉള്ളതുകൊണ്ട് ഒരെണ്ണത്തിന് F1 എന്ന് വിളിച്ചു, രണ്ടാമത്തേനെ F2 എന്ന് വിളിച്ചു. ഇനി സിക്ക് വരെ നമ്മൾ വേറൊരു ടേമാണ് യൂസ് ചെയ്യുന്നത്, 2F. എന്താ 2F? അപ്പോൾ രണ്ട് സൈഡിലും 2F ഉണ്ട്. അതായത് നമ്മുടെ ഒപ്റ്റിക് സെൻറ്റർ തൊട്ട് ഫോക്കസ് വരെയുള്ള അതേ ദൂരമായിരിക്കും ഫോക്കസ് തൊട്ട് 2F വരെയുള്ള ദൂരം. അതായത് സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ അതേ പൊസിഷനിൽ വരുന്ന ഒരു ടേമാണ് 2F എന്ന് പറയുന്നത്. ഫോക്കൽ ലെങ്തിൻ്റെ ഇരട്ടി, ഡബിൾ എന്ന് പറയും. അപ്പോൾ ഇത്രയും പോർഷൻസ് നമ്മൾ വരച്ചു വെച്ചു. ഇനി നമ്മൾ ഏത് കേസിൽ പറഞ്ഞത് കൂട്ട്, മിററിൻ്റെ കേസിൽ പറഞ്ഞത് കൂട്ട് തന്നെ ഇതിനകത്ത് 6 പൊസിഷനിൽ നമ്മൾ ഒബ്ജക്റ്റുകൾ വെക്കും. 6 പൊസിഷനിൽ നമ്മൾ ഒബ്ജക്ട്സ് വെക്കും. ഇത് ശരിക്കും നിങ്ങൾ സ്കൂളിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതാണ്. ഒരു ഒബ്ജക്റ്റിനായിട്ട് ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് മെഴുകുതിരി വെച്ചിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യായിരുന്നു. കോൺവെക്സ് ലെൻസ് ഒരു സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് മെഴുകുതിരിയാണ് ഒബ്ജക്റ്റ്. എന്നിട്ട് ഓരോ പൊസിഷനും മാറ്റി മാറ്റി വെച്ചിട്ട് മെഴുകുതിരിയുടെ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കും. അങ്ങനെയായിരുന്നു ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ കാണും അതിൻ്റെ. ഇപ്പോൾ സ്കൂളിൽ പോയൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക, ശരിയാവും കേട്ടോ. ഇനി നോക്കാം, 2F1, F1, F2, 2F2, 6 പൊസിഷനാണെന്ന് പറഞ്ഞു. ഫസ്റ്റ് പൊസിഷൻ ഇൻഫിനിറ്റിയിൽ അല്ലേ, ഇൻഫിനിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് എവിടെയായിരിക്കും കിട്ടുന്നത്? രണ്ടാമത് എന്തായിരുന്നു? സെൻറ്റർ ഓഫ് കർവേച്ചറിൽ വെക്കാൻ പറഞ്ഞു അല്ലേ, മിററിൻ്റെ കേസിൽ. ആ സ്ഥലത്ത് ഇവിടെ എന്താണ്? 2F അല്ലേ. അതായത് 2Fൽ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞു, രണ്ടാമത്തെ പൊസിഷൻ. ഇനി അടുത്ത പൊസിഷൻ 2Fനും F1നും ഇടയ്ക്ക് ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ ഇമേജ് എവിടെ കിട്ടുമെന്ന് നോക്കണം. ദെൻ F1ൽ ഒരു ഇമേജ് ഒബ്ജക്റ്റ് കൊണ്ടുവന്ന് വെച്ചു. ഇനി എവിടെ കിട്ടുന്നതെന്ന് നോക്കാം. ദെൻ ഒപ്റ്റിക് സെൻറ്ററിനും ഫോക്കസിനും ഇടയ്ക്ക് ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ഇമേജ് കിട്ടുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇത്രയും പൊസിഷനാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാൻ പോകുന്നത്. ഇത് നമുക്കൊരു മെമ്മറി ട്രിക്കിൽ കൂടെ തന്നെ പഠിക്കാം. എവിടെയാണ് പൊസിഷൻ എന്നുള്ളത് ഒരു മെമ്മറി ട്രിക്കിൽ കൂടെ പഠിക്കാം. അതിന് മുമ്പായിട്ട് ബേസിക്കായിട്ട് നല്ലതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊട്ടും ഒക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം മെമ്മറി ട്രിക്കുകളെ യൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ. അപ്പോൾ നമ്മൾ ആദ്യത്തെ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലൊരു ഒബ്ജക്റ്റ് ഇരുന്നാൽ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്? ഇൻ ദി കേസ് ഓഫ് കോൺവെക്സ് ലെൻസ്, അതായത് ഇൻഫിനിറ്റിയിൽ എവിടെയോ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നു ആണല്ലോ. ഇനി ഒബ്ജക്റ്റിൽ നിന്നും പാരലലായിട്ട് ലൈറ്റ് റേസ് വന്ന് എവിടെ വീഴും?
പാരലലായിട്ട് ലൈറ്റ് റേസ് വന്ന് നമ്മുടെ ലെൻസിലോട്ട് വീഴുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് റൂളിനകത്ത് പാരലലായിട്ട് ലൈറ്റ് റേസ് വന്ന് വീണാൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ ഈ ലൈറ്റ് റേസ് എല്ലാം കൂടെ എവിടെ ചെന്നാണ് വീഴുന്നത്? എവിടെ ചെന്നാ? അറ്റ് ഫോക്കസ് ആണല്ലോ. ആഫ്റ്റർ റിഫ്രാക്ഷൻ ഈ ലൈറ്റ് റേസ് എല്ലാം കൂടെ ചെന്ന് എവിടെ വീഴും? ഫോക്കസിൽ വീഴും ആണല്ലോ. അതായത് ഇതെല്ലാം കൂടെ കൺവേർജ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഫോക്കസിലായിരിക്കും അല്ലേ? F2-ലായിരിക്കും വന്ന് വീഴുന്നത്. അതാണ് ഫസ്റ്റ് പൊസിഷൻ. അതായത് ഒന്നാമത്തെ പൊസിഷൻ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റിയിൽ കൊണ്ടുവന്ന ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്താൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇത് എവിടെയാണ് പോയി വീഴുന്നത്? അറ്റ് ഫോക്കസ്. അപ്പോൾ ഇമേജ് ഫോം ചെയ്യുന്നത് ഫോക്കസിലാണ് അല്ലേ? ഇത് ഫോക്കസിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ അറ്റ് F2 എന്ന് എഴുതുക. ദെൻ കൺവേർജ് ചെയ്യുകയാണ് അല്ലേ? കൺവേർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലൈറ്റ് റേസ് എല്ലാം കൂടെ ഒരു പോയിന്റിൽ വന്നാണ് ഇവിടെ വീഴുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പോയിന്റിൽ വന്ന് ലൈറ്റ് റേസ് എല്ലാം കൂടെ വീഴുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ ക്യാരക്ടർ റിയൽ ആയിരിക്കും അല്ലേ? അപ്പം ഇമേജിൻ്റെ ക്യാരക്ടർ എന്താണ്? നേച്ചർ റിയൽ ആണല്ലോ. റിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇൻവേർട്ടഡ് ആയിരിക്കും എന്നല്ലേ? റിയൽ ആയതുകൊണ്ട് തന്നെ ഇൻവേർട്ടഡ് ആണെന്ന് പറയാം. പിന്നെ നോക്കിക്കേ, ഒരു പോയിന്റിൽ വന്നാണ് വീഴുന്നത്, അതുകൊണ്ട് നമുക്ക് പറയാം ഇത് പോയിന്റ് സൈസ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ്. എന്താണ്? പോയിന്റ് സൈസ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് F2-ലാണ് കിട്ടുന്നത്. പിന്നെ റിയൽ ആയതുകൊണ്ട് തന്നെ ഇൻവേർട്ടഡ് ആയിരിക്കും, പോയിന്റ് സൈസ്ഡ് ആയിട്ടായിരിക്കും അല്ലേ? പോയിന്റ് സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇമേജ് ഹൈലി ഡിമിനിഷ്ഡ് ആണ്, അതായത് തീരെ കാണാൻ പറ്റത്തില്ല. ഹൈലി ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും ഈ കേസിൽ നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മുടെ ഒന്നാമത്തെ കേസ് കഴിഞ്ഞു. ഇൻഫിനിറ്റിയിൽ വെച്ചാൽ F2-ലായിരിക്കും ഇമേജ് കിട്ടുന്നത്. കിട്ടുന്ന ഇമേജ് എന്തായിരിക്കും? ഒരു പോയിന്റിൽ വന്ന് കൺവേർജ് ചെയ്യുന്നതുകൊണ്ട് റിയൽ ആയതുകൊണ്ട് തന്നെ ഇൻവേർട്ടഡ് ആയതുകൊണ്ട് തന്നെ അതായത് പോയിന്റ് സൈസ് ആയിട്ടാണ് കൺവേർജ് ചെയ്യുന്ന ഒരു പോയിന്റിലായതുകൊണ്ട് പോയിന്റ് സൈസ് ആണ്. പോയിന്റ് സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി ഡിമിനിഷ്ഡ് ആണ്. ഇമേജ് എന്തോ ഒരു പൊട്ട് പോലെ ഇരിക്കുന്നതായിട്ടേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ നെക്സ്റ്റ് കേസാണ് നോക്കാൻ പോകുന്നത്. ബിയോണ്ട് 2F1 ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് ബിയോണ്ട് 2F1-ൽ വെച്ചു അല്ലേ? പാരലലായിട്ട് വന്ന് വീഴുന്ന റേ ആഫ്റ്റർ റിഫ്രാക്ഷൻ എയിലേക്ക് കൂടെ പോവും, F2-ൽ കൂടെ പാസ് ചെയ്യുന്നു. ഒപ്റ്റിക് സെൻറ്ററിലോട്ട് വന്ന് വീഴുന്ന റേ ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്ത് ചെയ്യും? വിത്തൗട്ട് ഡീവിയേഷൻ കടന്നു പോകും അല്ലേ? വിത്തൗട്ട് ഡീവിയേഷൻ കടന്നു പോകുന്നു. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ പോയിന്റിലാണ്. ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഏതാണ്? ബിയോണ്ട് 2F1 ആകുമ്പം നമ്മുടെ ഇമേജ് കിട്ടുന്നത് ബിറ്റ്വീൻ F2 ആൻഡ് 2F2 ആണ്. എന്താണ്? രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ബിയോണ്ട് 2F1 അല്ലേ? ബിയോണ്ട് 2F1-ൽ കൊണ്ടുവന്ന് നമ്മളൊരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്താൽ ഇമേജ് കിട്ടുന്നത് എവിടെയാണ്? ബിറ്റ്വീൻ F2 ആൻഡ് 2F2. F2-നും 2F2-നും ഇടയ്ക്കായിട്ടാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. ഇനി നോക്കിക്കേ, ഇമേജ് ഇൻവേർട്ടഡ് ആയിട്ടാണ് കിട്ടുന്നത് അല്ലേ? ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ്. അതുമല്ല ഈ രണ്ട് റേയും വന്ന് കൺവേർജ് ചെയ്ത് അല്ലേ? ഒരു പോയിന്റിൽ വന്ന് വീഴുന്നത് കൊണ്ട് തന്നെ ഈ ഇമേജിന്റെ നേച്ചർ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് എ റിയൽ ഇമേജ് ആയതുകൊണ്ട് തന്നെ ഇത് ഇൻവേർട്ടഡ് ആയിരിക്കും അല്ലേ? ഇൻവേർട്ടഡ് ഇമേജ് ആണ്. പിന്നീട് ഇത് ഡിമിനിഷ്ഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി ഡിമിനിഷ്ഡ് അല്ല, ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. അതായത് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ഒന്നും കിട്ടില്ല, ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടത്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പം ബിയോണ്ട് 2F1 ഇമേജ് ഫോംഡ് ബിറ്റ്വീൻ F2 ആൻഡ് 2F2. ഇറ്റ് ഈസ് എ റിയൽ ഇമേജ്, ഇൻവേർട്ടഡ് ആൻഡ് ഡിമിനിഷ്ഡ്. മനസ്സിലായല്ലോ? അടുത്ത നമ്മുടെ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ വെക്കാൻ പോകുന്നത് ലെൻസ് വരച്ചു, 2F1 വരച്ചു, F1 വരച്ചു, F2, 2F2 ആണല്ലോ. ഇനി നമ്മുടെ നെക്സ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് F1-നും 2F1-നും ഇടയ്ക്ക് ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. F1-നും 2F1-നും ഇടയ്ക്ക് ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാൻ പോകുന്നു. നമുക്കറിയാം പാരലലായിട്ട് വന്നാൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ എവിടെ പോവും? F2-ൽ കൂടെ പാസ് ചെയ്യും. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ ഒരു ലൈറ്റ് റേ പാസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തൗട്ട് ഡീവിയേഷൻ അത് കടന്നു പോകും അല്ലേ? എവിടെയാണ് നമുക്ക് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്? അതായത് 2F2-ന് അപ്പുറത്താണ് ഇമേജ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഒബ്ജക്റ്റ് പ്ലേസ്മെൻറ്റ് എവിടെയാണ്? ബിറ്റ്വീൻ 2F1 ആൻഡ് F1. എവിടെയാണ് നമുക്ക് ഇമേജ് ഫോർമേഷൻ? ഇമേജ് കിട്ടിയിരിക്കുന്നത് ബിയോണ്ട്
2F2 അല്ലേ? 2F2വിന് അപ്പുറത്താണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് അല്ലേ? എൻലാർജ്ഡ് ആയിട്ടുള്ളൊരു ഇമേജ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അല്ല, ഒബ്ജക്റ്റ് ഇത്രയേ ഉള്ളൂ, പക്ഷേ ഇമേജ് ഇത്രയില്ലേ? അത് കൺവേർജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത് റിയൽ ആണ്. റിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ F1നും 2F1നും ഇടയ്ക്ക് ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് നമ്മൾ പ്ലേസ് ചെയ്താൽ നമുക്ക് എവിടെയായിരിക്കും ഇമേജ് കിട്ടുന്നത്? അതായത് 2F2വിന് അപ്പുറത്തായിരിക്കും ഇമേജ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? അടുത്ത നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിനെ നമ്മൾ എവിടെ വയ്ക്കുന്നു? F1ൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാൻ പോവാം അല്ലേ? അപ്പോൾ നമ്മൾ 2F1 വരച്ചു, F1 വരച്ചു, ഇവിടെ F2 വരച്ചു, ഇത് 2F2 വരച്ചു, ഒപ്റ്റിക് സെൻറ്റർ എവിടെ വയ്ക്കാൻ പോകുന്നത്? F1ൽ ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് ഞാൻ പ്ലേസ് ചെയ്തു. ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇതെവിടെ പോവും? F2വിൽ കൂടെ പാസ് ചെയ്യുന്നു. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പോകുന്നത് ഇങ്ങനെയും പോവും. അപ്പോൾ എന്താ ഇതിൻ്റെ മീനിങ്? ഇൻഫിനിറ്റിയിലായിരിക്കും ഒരു ഇമേജ് ഫോം ചെയ്യുന്നത്. എന്താണ്? F1ൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലായിരിക്കും. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ പ്ലേസ്മെൻറ്റ് എവിടെയാണ്? ഒബ്ജക്റ്റ് അറ്റ് F1 എവിടെയാണ് നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത്? ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലായിരിക്കും. ഇതാണ് ഇൻഫിനിറ്റിയിലായിരിക്കും. ഇതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, നേച്ചർ എന്ന് പറയുന്നത് എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഹൈലി എൻലാർജ്ഡ് ആയിരിക്കും. ഇതാണ് ഹൈലി എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ റിയലും ആയിരിക്കും ഇൻവേർട്ടഡും ആയിരിക്കും. ഇത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് F1നും നമ്മുടെ ഒപ്റ്റിക് സെൻറ്ററിനും ഇടയ്ക്ക് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇതൊരു എക്സെപ്ഷൻ കേസ് ആണെന്ന് ഓർക്കുക. നോക്കിക്കേ, നമ്മൾ കോൺവെക്സ് ലെൻസ് വരച്ചു, ഒപ്റ്റിക്സ് പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. ഇതാണ് F1, ഇതാണ് 2F1, ഇതാണ് F1, ഇത് F2, ഇത് 2F2 ആണ്. ഇതാണ് ഒപ്റ്റിക് സെൻറ്റർ ആണല്ലോ. എവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തെന്നാണ് പറഞ്ഞത്? ഒപ്റ്റിക് സെൻറ്ററിനും നമ്മുടെ F1നും ഇടയ്ക്കായിട്ട് ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് നമ്മൾ പ്ലേസ് ചെയ്തു. ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇത് F2വിൽ കൂടെ പാസ് ചെയ്യും. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ ഇത് ഇങ്ങനെയും പാസ് ചെയ്യും ആണല്ലോ. വിത്തൗട്ട് ഡീവിയേഷൻ ഇതിങ്ങനെ പാസ് ചെയ്യും ആണല്ലോ. ഇനി ഈ കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് സെയിം സൈഡിലായിരിക്കും കിട്ടുന്നത്. അതായത് ഇപ്പുറത്തല്ല, സെയിം സൈഡിലായിരിക്കും നമ്മുടെ ഇമേജ് കിട്ടുന്നത്. അതായത് ഈ റിഫ്രാക്റ്റർ റേയും ഈ രണ്ട് റിഫ്രാക്ഷൻ സംഭവിച്ച സംഭവങ്ങളുണ്ടല്ലോ, ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടിക്കുന്ന സ്ഥലം, ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലത്തായിരിക്കും നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതായത് ഈ റിഫ്രാക്റ്റർ റേയും നമ്മുടെ ഈ ഒരു പോയിന്റും കൂടെ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തായിരിക്കും നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെയിം സൈഡായിരിക്കും, പിന്നെ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. എന്താണ്? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും ഇവിടുത്തെ നേച്ചർ. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ പ്ലേസ്മെൻറ്റ് എവിടെയാണ്? ഒബ്ജക്റ്റ് ഈസ് അറ്റ് F1 ആൻഡ് ഒപ്റ്റിക് സെൻറ്ററിന് നടുക്ക് അല്ലേ? നടുക്ക് വെച്ചപ്പം നമുക്ക് ഇമേജ് എവിടെ കിട്ടി? ഇമേജ് സെയിം സൈഡിലാണ് കിട്ടിയത് അല്ലേ? സെയിം സൈഡിലാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എന്താണ് പ്രത്യേകത പറയേണ്ടത്? എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജാണ്, എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജാണ് കിട്ടിയത്. ഇത് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ളൊരു ഇമേജാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ ഒരു ഇമേജ് മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? വെർച്വൽ ആൻഡ് ഇറക്റ്റ് കിട്ടത്തുള്ളൂ, സെയിം സൈഡിലും കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ഇത്രയും ഒരു 6 കേസ് പറഞ്ഞതിനകത്ത് 5 കേസ് നമുക്കൊരു മെമ്മറി ട്രിക്ക് വഴി ഒന്ന് ഓർത്തിരിക്കാം. അത് ഞാനൊന്ന് പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഇനി നമുക്ക് ഈ 5 ആദ്യത്തെ ഇതില്ലേ അതിൻ്റെ മെമ്മറി ട്രിക്ക് ഒന്ന് നോക്കാം. എളുപ്പമാണ്, ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും പെട്ടെന്ന് കിട്ടാൻ, അല്ലെങ്കിൽ ഓർമ്മ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പേപ്പറിനകത്ത് പെൻസിൽ കൊണ്ടൊന്ന് വരയ്ക്കുക. ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചിട്ട് നിങ്ങൾ നോക്കാമെന്നുണ്ടെങ്കിൽ ഈസിയാണ്. ഞാനൊന്ന് വരച്ച് കാണിക്കാം എങ്ങനെയാണെന്ന് നോക്കിക്കോ. ആദ്യം നമ്മൾ ലെൻസ് അങ്ങ് വരച്ചു വെച്ചു. F1 വരച്ചു അല്ലേ? F2 വരച്ചു, 2F1 വരച്ചു, 2F2 വരച്ചു. നീട്ടി വരയ്ക്കാം. ഇനി F1നെ 1 എന്ന് വിളിച്ചു, F1നും 2F1നും ഇടയ്ക്ക് 2, 2F1നെ 3 എന്ന് വിളിച്ചു, 2F1ന് അപ്പുറത്തെ സൈഡിനെ 4 എന്ന് വിളിച്ചു അല്ലേ? കുറച്ചുകൂടെ നീങ്ങി ഇൻഫിനിറ്റിയെ കണക്കാക്കി 5 എന്ന് വിളിക്കുക. ഇനി ഇവിടുന്നും F2നെ 1 എന്ന് വിളിച്ചു, ഇതിന് രണ്ടിന് ഇടയ്ക്ക് 2, 2F2നെ 3, 2F2ന് അപ്പുറം 4, ഏകദേശം ഇൻഫിനിറ്റിയെ കണക്കാക്കി 5 എന്ന് കണക്കാക്കുക. ഇനി നോക്കിക്കോ, F1ൽ ഒരു
ഒബ്ജക്റ്റിനെ വെച്ചാൽ നമുക്ക് എവിടെയായിരുന്നു ഇമേജ് കിട്ടുന്നത്? 5ലാണ് ഇമേജ് കിട്ടുന്നത് അല്ലേ? ഇൻഫിനിറ്റിയിലായിരുന്നു ഇമേജ് കിട്ടുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടേബിൾ വരയ്ക്കുക. ഫസ്റ്റ് ടേബിളിൻ്റെ ഫസ്റ്റ് കോളത്തിൽ ഒബ്ജക്റ്റിൻ്റെ പ്ലേസ് കൊടുക്കുക. സെക്കൻഡ് കോളത്തിൽ ഇമേജിൻ്റെ പ്ലേസ് കൊടുക്കുക. മനസ്സിലായല്ലോ? മൂന്നാമത്തേനകത്ത് സൈസിനെ പറ്റിയിട്ട് കൊടുക്കുക. ഇനി ഒബ്ജക്റ്റിൻ്റെനകത്ത് 1 2 3 4 5 എന്ന് അടയാളപ്പെടുത്തുക. സെക്കൻഡ് കോളം ഇമേജ് കോളത്തിനകത്ത് നേരെ തിരിച്ചെഴുതുക. 5 4 3 2 1. മനസ്സിലായല്ലോ? ഒബ്ജക്റ്റിൻ്റെ കോളത്തിൽ 1 2 3 4 5 എന്ന് എഴുതിയിട്ട് ഇമേജിൻ്റെ കോളത്തിൽ 5 4 3 2 1 നേരെ തിരിച്ചെഴുതുക. ഇനിയും പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോളുക. ഒബ്ജക്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റിനെ F1ൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്താൽ ഇമേജിനെ കിട്ടുന്നത് 5ലായിരിക്കും എന്നാണ് പറയുന്നത്. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റി, നമ്മുടെ ഇൻഫിനിറ്റി. അപ്പം 1ൽ ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് വെച്ചാൽ, അതായത് ഫോക്കസിൽ വെച്ചാൽ ഇൻഫിനിറ്റിയിൽ കിട്ടും അല്ലേ? പിന്നെ മൂന്നാമത്തെ കോളത്തിനകത്തെന്ന് പറയുന്നത് സൈസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സൈസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നോക്കിക്കേ, 5ഉം 1ഉം എടുക്കുമ്പോൾ ഏതാണ് ഏറ്റവും വലുത്? 5 അല്ലേ? അപ്പം 1നേക്കാളും ഒരുപാട് വലുതാണ് 5. അതായത് ഒബ്ജക്റ്റ് ചെറുതായിരിക്കും, പക്ഷേ ഇമേജ് വളരെ വലുതാണ്. അപ്പം സൈസ് എങ്ങനെയാ? എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എങ്ങനെ എൻലാർജ്ഡ്? ഹൈലി എൻലാർജ്ഡ് ആണല്ലോ. ഇനി സെക്കൻഡ് കേസ് 2. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് 2. എവിടെയാണ് 2 ഇരിക്കുന്നത്? 2F1നും F1നും ഇടയ്ക്കാണ് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇമേജ് കിട്ടുന്നത് 4ലാണ്. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2F2ന് ബിയോണ്ട് അല്ലേ? ബിയോണ്ട് 2F2ലാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. മനസ്സിലായോ? 2ൽ വെച്ച് കഴിഞ്ഞാൽ ബിയോണ്ട് 2F2ലായിരിക്കും നമുക്ക് ഒബ്ജക്റ്റ് കിട്ടുന്നത്. 2ഉം 4ഉം തമ്മിൽ ആരാ വലുത്? 4 ആണല്ലോ വലുത്. അതുകൊണ്ട് നമുക്ക് പറയാം ഇമേജ് എൻലാർജ്ഡ് ആണ്, ഒബ്ജക്റ്റിനേക്കാളും എൻലാർജ്ഡ് ആണ്. ഇനി 3ൽ അതായത് 2F1ൽ ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് എവിടെ കിട്ടും ഇമേജ്? 3ൽ കിട്ടും അല്ലേ? 2F2ൽ കിട്ടും. അതായത് 2F1ൽ വെച്ചാൽ 2F2ൽ കിട്ടും. അപ്പം നമുക്ക് പറയാം 3യും 3യും എന്താണ്? ഈക്വൽ ആണ്. അതായത് സെയിം സൈസ് ആണെന്ന് പറയാം. എന്താണ്? സെയിം സൈസ് ആണെന്ന് പറയാം. മനസ്സിലായല്ലോ? ഇനി 4ൽ ഒരു ഒബ്ജക്റ്റിനെ വെച്ചാൽ ഒബ്ജക്റ്റ് ഈസ് അറ്റ് 4 എന്ന് പറയുമ്പോൾ എന്താണ്? ബിയോണ്ട് 2F2ൽ ഒരു ഒബ്ജക്റ്റിനെ വെച്ചാൽ നമുക്ക് 2ലായിരിക്കും ഇമേജ് കിട്ടുന്നത്. 2 എവിടെയാണ്? F2നും 2F2നും ഇടയ്ക്കായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ഇമേജ്. അതായത് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയോണ്ട് 2F1, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? F2നും 2F2നും ഇടയ്ക്കാണ്. നോക്കിക്കേ, ആരാണ് വലുത് ഇവിടെ? ഒബ്ജക്റ്റ് 4ആണ് വലുത് അല്ലേ? 4ആണ് വലുത്. അതുകൊണ്ട് പറയാം എന്ത്? ഇമേജ് എന്ന് പറയുന്നത് എന്താണ്? ഡിമിനിഷ്ഡ് ആണ്. ഒബ്ജക്റ്റിൻ്റെ അത്രയും നീളമൊന്നുമില്ല, ഡിമിനിഷ്ഡ് ആണെന്ന് പറയാം. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താണ്? 5. ഒബ്ജക്റ്റ് ഈസ് അറ്റ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റിയിലൊരു ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ഇമേജ് കിട്ടുന്നത്? ഫസ്റ്റിലാണ് അല്ലേ? ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഫോക്കസ് ആണ് അല്ലേ? F2ലാണ് ഒരു ഇമേജ് കിട്ടുന്നത്. പിന്നെ ഇവിടുത്തെ സൈസ് നോക്കിക്കേ, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് വലുതാണ്, പക്ഷേ ഇമേജ് എന്ന് പറയുന്നത് 1 ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇമേജ് ഹൈലി ഡിമിനിഷ്ഡ് ആണ് അല്ലേ? ഹൈലി ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഈ പടം ഒന്ന് ഓർത്തിരിക്കുക. ഓർത്തിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്പർ ഇടുന്ന കാര്യത്തിൽ മാത്രമേ ഒരു ഡൗട്ട് വരത്തുള്ളൂ. ജസ്റ്റ് ഒരു കോളം വരയ്ക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്ത് വയ്ക്കാൻ എളുപ്പമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ 6ാമത്തെ ഒരു കേസില്ലേ, അത് എക്സെപ്ഷണൽ കേസാണെന്ന് മാത്രം ആലോചിച്ച് വെക്കുക. മനസ്സിലായല്ലോ? പിന്നെ ഇത്രയും കേസ് എന്ന് പറയുന്നത്, ഈ 5 കേസ് എന്ന് പറയുന്നതും നമുക്ക് എന്താ ഇമേജ് കിട്ടുന്നത്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഒന്നുകൂടെ ഓർക്കുക, ഇത്രയും കേസിനകത്തും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ് നമുക്കിവിടെ കിട്ടുന്നത് 6ാമത്തെ കേസിൽ മാത്രം. അതായത് ഒപ്റ്റിക് സെൻറ്ററിനും ഈ നമ്മുടെ F1നും ഇടയ്ക്ക് കൊണ്ടുവന്ന് വെക്കുന്ന ആ കേസില്ലേ, അവിടെ മാത്രമേ നമുക്ക് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടത്തുള്ളൂ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും കോൺവെക്സ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കോൺകേവ് ലെൻസിൻ്റെ, അത് ഒരുപാടൊന്നുമില്ല, 2 ഇമേജേ ഉള്ളൂ, അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ